ഡേ, ഇതിലത്തെ പൈസ എവിടെ? ഒരു സാധനം വെച്ചുകൊടുത്ത് വെച്ച കാണില്ല. അതിന്റെ പണി കഴിഞ്ഞു. എവിടെ വെച്ചാലും അപ്പം എടുത്തോണ്ട് പോവും. ഇനി എവിടെ കൊണ്ട് വയ്ക്കാനാ? മനത്ത് ആയിരപ്പുകൾ. ഓ, ഇതെന്തത് ഊരാൻ കിട്ടാത്തത്? രാമ, രാമ, നിനക്കൊന്ന് തുറന്നെടുത്തൂടെ? മൂക്കുമുട്ടി കള്ളു കുടിച്ച് കയറി വരാൻ നാണല്ലോ നിങ്ങൾക്ക്. ഒരു പെങ്കുളിച്ച വളരുന്നേ. അവനാണെങ്കിലും ഇതുവരെ സ്കൂൾ വിട്ട് എത്തിയിട്ടുമില്ല. ഇതൊക്കെ ഞാൻ ആരോട് പറയാനാ? ബോധമില്ലാതെ നടക്കുന്ന നിങ്ങളോടോ? ഓ, ഞാൻ മതിയാക്കി. എന്റെ വായടിപ്പിക്കാൻ എന്നാ നിങ്ങൾ കേമനാ? എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ അവൻ പഠിക്കുന്നത്. ഗൗതം നിന്റെ ട്രീറ്റ് അല്ലേ, നീ ആഘോഷിക്ക്. ആ വലിക്ക്. ബ്രോ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, സീനാവുന്ന തോന്നുന്നു. എന്നാ നീ വിട്ടോ. അവന്റെ ട്രീറ്റ് അല്ലേ, അവൻ ആഘോഷിക്കട്ടെ. നീ കണ്ട സ്റ്റഫൊക്കെ വലിച്ചു കയറ്റി അതും ഇതൊന്നും പറയല്ലേ. അവന്റെ ട്രീറ്റ് അല്ലേ, ഇനി നാളെ ആരെയാ കിട്ടുക നോക്കണം. നിക്കടാ, എവിടെയായിരുന്നു ഇത്രയും നേരം? അത് പിന്നെ ഞാൻ സൂര്യന്റെ കൂടെ പോയതായിരുന്നു. എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ജോലിയും കൂലില്ലാത്തവന്റെ കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കരുതെന്ന്. അല്ലേലും ആര് പറഞ്ഞാലും നിനക്ക് വിലയുള്ളത്. എനിക്കൊരിക്കലും മനസ്സമാധാനം തരരുത്. പ്ലീസ് ഒന്ന് നിർത്തോ. ഈ വീട്ടിൽ വന്ന് എനിക്ക് ഒരു സൗകര്യമല്ലല്ലോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും. നിങ്ങൾക്കെന്താ? അമ്മ എടുത്തു വെച്ച പൈസ എവിടെ? ചേട്ടനോട് ചോദിച്ചു നോക്ക്. എന്ത്? ഏത് പൈസ? എനിക്കൊന്നും അറിയില്ല. നീ എടുത്തടാ, നാളെ ബാങ്കിൽ പലിശ അടയ്ക്കാൻ വെച്ചതാ. നീ എടുത്തോന്ന്. നിങ്ങൾക്കൊക്കെ എന്താ വട്ടായോ? ഞാൻ എടുത്തിട്ടില്ല. അച്ഛനോട് എടുത്ത് കാണും. ഇല്ലമ്മേ, രാവിലെ അടുക്കളയിൽ കയറി ഏട്ടൻ പറയുന്നത് ഞാൻ കണ്ടതാ. സത്യം. നുണ പറയുന്നോട്. നീ എന്താണ് കാണിക്കുന്നത്? നീ കുടിച്ചിട്ടുണ്ടോ? മാറി നിൽക്ക്. 5 മിനിറ്റ് ആ സാധനം കിട്ടും, ഉറപ്പ്. ഹേ മാൻ, എവിടെയായിരുന്നു? സാധനം കിട്ടിയോ? ആ, ഈ ബാഗിലിടും. വേഗം സ്കൂട്ടായിക്കോ, പോലീസ് വരുന്നു. അമ്മോട് ഇരിക്കും. ഞാൻ സ്കാനിങ് റിപ്പോർട്ട് വാങ്ങിട്ട് വരാം. ഞാൻ തിരിച്ചു വന്ന അമ്മയ്ക്ക് വീട്ടിലേക്ക് പോവാം. ക്ഷീണം കാണും. ഞാൻ നിന്നോളെ ഇവിടെ. എങ്ങനെ മോളെ, നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് അവിടെ ഇരിപ്പറക്കുക. ഗൗതം, സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഡോക്ടർ വരാറായി. അമ്മോട് ഇരിക്കൂ. ആ പേഷ്യൻ്റെ കാര്യം എന്തായി? ആ റിപ്പോർട്ട്സ് ഒന്നും ഞാൻ ശരിക്കും കണ്ടിട്ടില്ല.
എന്തായാലും ഒന്ന് നോക്കട്ടെ ആദ്യം, എന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സാർ, ഏതായാലും സാറിന്റെ പേര് അജയ് എന്നല്ലേ? അതെ. എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ഭാമയാണ്. ഗുരുവായൂരപ്പൻ കോളേജിലെ പ്രീ ഡിഗ്രിക്ക് നമ്മൾ ഒരുമിച്ചാണ് പഠിച്ചത്. ആ, ഭാമക്കയും എന്താ ഇവിടെ? വിഷമിക്കൊന്നും വേണ്ട, എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ. ഞാൻ എന്തായാലും അവനൊന്ന് പോയി കാണട്ടെ. ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട. ഞാനിവിടെ ചൈൽഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നാൽ മതി. ആ റിപ്പോർട്ട്സ് എല്ലാം ഒന്ന് വേഗം എൻ്റെ ടേബിളിൽ എത്തിക്കണം. അധികം നേരം വയ്ക്കണ്ട, പെട്ടെന്നായിക്കോട്ടെ. ആ ശരി ശരി, ഞാൻ വിളിക്കാം. ഗൗതമിൻ്റെ പാരൻസ് ആണല്ലേ? അതെ. എന്താ സാർ വിളിപ്പിച്ചേ? മോൻ ഐസിയുലാണ്. അറിയാം. നിങ്ങളുടെ മകൻ്റെ ബാഗിൽ നിന്നും ഞങ്ങൾക്ക് കഞ്ചാവ് പൊതികൾ ലഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായി താങ്കളുടെ മകനും ഈ നഗരത്തിലെ കഞ്ചാവ് റാക്കറ്റിലെ ഒരു കണ്ണിയാണ്. മകൻ്റെ കൂട്ടുകെട്ട് തീരെ ശരിയല്ല. പ്രായത്തിൽ മുതിർന്നവരാണ് ഏറെയും. നിങ്ങളിപ്പോൾ കരഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ഞാനൊരിക്കലും വീട്ടുകാരെ കുറ്റപ്പെടുത്തില്ല. പക്ഷേ ഒരു പരിധിവരെ നിങ്ങൾക്കും ഇതിലൊരു പങ്കുണ്ട്. കാരണം ഇത്തരത്തിലുള്ള നിരവധി കേസുകളാണ് ഇന്നിവിടെ പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗതമിന് ബൈക്കുണ്ടോ? ഫോണോ? ഉണ്ട് സാർ. ഞാൻ അവന് വാങ്ങിക്കൊടുത്തത് ട്യൂഷന് പോകുമ്പോൾ നേരെ ഇരട്ടിയ ഉള്ളിലൊരു പിടപ്പ. അപ്പൊ ഒന്ന് വിളിച്ചു നോക്കാനാ. അതൊക്കെ നല്ലത് തന്നെ. അവൻ ആരെയൊക്കെ വിളിക്കുന്നു, എന്തിനൊക്കെ ഫോൺ ഉപയോഗിക്കുന്നു, രാത്രിയിൽ എവിടെ പോകുന്നു, എന്തിന് പോകുന്നു, ആരുടെ കൂടെ പോകുന്നു എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? ഇതിലൊക്കെ നിങ്ങളുടെ മേൽനോട്ടം വേണമായിരുന്നു. വഴിതെറ്റിപ്പോവാൻ ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ്. തിരിച്ച് നല്ല വഴിയിലെത്താനാണ് പ്രയാസം. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കാം. സാർ, സ്റ്റേഷനിൽ പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. വൈകിട്ട് നിങ്ങൾ രണ്ടുപേരും എനിക്കൊന്ന് കാണണം. ആ സർ. ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നാൽ മതി. ആ. വരൂ, സാറ് വിളിക്കുന്നുണ്ട്. ഇവരൊക്കെ? ഞങ്ങൾ ഗൗതമിന്റെ അധ്യാപകരാണ്. ഓ, അത് ശരി. ഗൗതമിനെ കുറിച്ച് അറിഞ്ഞതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. സംഭവിക്കാനല്ല സംഭവിച്ചു. അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെട്ടതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ഓരോരുത്തർക്കും അവൻ്റെ ഈ ഒരു അവസ്ഥയിൽ പങ്കുണ്ട്. നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തിരുവനന്തപുരത്ത് അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ചാർജ് എടുത്ത സമയത്താണ് സ്കൂളിൽ നിന്ന് നിരവധി പരാതികൾ കാരണം 15 വയസ്സുള്ള രാജേഷിനെ പാരൻസ് എൻ്റെ അടുത്ത് എത്തിക്കുന്നത്. 2-3 വർഷം മുമ്പ് വരെ അവനെക്കുറിച്ച് ഓർത്ത് അവൻ്റെ ടീച്ചർമാർക്കോ പാരൻസിനോ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. മോശപ്പെട്ട ഫ്രണ്ട്സിനോടൊത്ത് ക്ലാസ് കട്ട് ചെയ്ത് കവലയിലും സിനിമാ തിയേറ്ററിലും കറങ്ങി നടന്ന് സ്കൂളിൽ ഉഴപ്പുന്നത് പതിവായി. ചില രാത്രികളിൽ ഫ്രണ്ട്സിനോടൊത്ത് വീട്ടിൽ വരാതെ വല്ലയിടത്തും താമസിച്ചു. അവൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റില്ലെന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ നുണ പറയുന്നതും പതിവായി. അധികം വൈകാതെ ഞാൻ അറിഞ്ഞു അവന് പല ദൂഷ്യങ്ങളും ഉള്ളതായി. പിന്നെ അവൻ്റെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ട് എന്നത് ഒന്നുകൊണ്ട് മാത്രം ഹി ചേഞ്ച് എ ലോട്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സമൂഹത്തിലെ നിയമസംഹിതകൾക്ക് നിരക്കാത്തതായി തുടർച്ചയായി കണ്ടുവരുന്ന അസാധാരണ പെരുമാറ്റത്തെയാണ് സ്വഭാവദൂഷ്യ രോഗമെന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്.
ഇതുതന്നെയാണ് നമ്മളെ ഗൗതമൻ ഇപ്പോൾ ഉള്ളതും രാജേഷിനുണ്ടായിരുന്നതും. കാരണം മനസ്സിലാക്കാൻ വളരെയേറെ പ്രയാസമുള്ള ഒരു മാനസിക രോഗമാണിത്. കളവ് പറയുക, മോഷണം, ഒളിച്ചോടൽ, നമുക്കും മൃഗങ്ങൾക്കും നേരെയുള്ള ആക്രമണം, സ്കൂളിൽ പോകാൻ മടി, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം, പാരൻസിനോടും ടീച്ചേഴ്സിനോടുമുള്ള സ്ഥിരം കലഹം, ഇതെല്ലാം ഈ കൂട്ടർ കാണിക്കാറുണ്ട്. ഇനി എന്താ ചെയ്യുക സാർ? യഥാസമയം ശരിയായ ചികിത്സ നൽകിയില്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈ കൂട്ടരിൽ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. அப்பா சீக்கிரமா குணமடைஞ்சிருவாங்க. சாப்பிடுறா கண்ணா, கொஞ்சம் சாப்பிடுறா, சாப்பிடுறா. എന്താ അവിടെ ചന്തയും മറ്റോ ആണോ? ടീച്ചറെ ടീച്ചറെ, എന്റെ ബാപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പേനവൻ കട്ടെടുത്ത്. ടീച്ചറെ ടീച്ചറെ, അവൻ സൂറാന്റെ പെന്ന് കട്ടെടുത്ത്. ടീച്ചറെ ടീച്ചറെ, ഇവൻ ഞങ്ങൾ എല്ലാരും നല്ലോണം വികൃതി കാട്ടുന്നുണ്ട്. ടീച്ചറെ, ഞാനൊന്നല്ല, വേറെ ആരെങ്കിലേക്കും. ഗൗതം, രണ്ടുപേരും ഇവിടെ വാ. ഈശ്വര, പെട്ടല്ലോ. ഓൻ തന്നെ എന്റെ പേനാട്ടെ, ഒന്ന് പോടാ. സി, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഗൗതം ഇവിടെ തുടരുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. വായെടുത്ത കളവാ പറയാ. മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക എന്നൊക്കെ വെച്ചാ എന്താ ചെയ്യാ? മാഡം, അതുമാത്രമല്ല, അവൻ എന്തോ കുഴപ്പമുണ്ട്. അവൻ പഠിക്കില്ലെന്ന് മാത്രമല്ല, അവന്റെ ഗ്രേഡിനെ കുറിച്ച് ഒട്ടും ബോധറല്ല. ലാസ്റ്റ് ബെഞ്ച് സ്റ്റുഡന്റ്. ആ കുട്ടി കഴിഞ്ഞ തവണ സ്കൂളിന് പുറകെ തീയിട്ടുണ്ടായ പുകിലൊന്നും ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എടോ, താൻ ഇത്രയ്ക്ക് സില്ലിയാണോ? ഞാൻ വിചാരിച്ചു തനിക്ക് കുറച്ചുകൂടി ഗഡ്സ് ഉണ്ടെന്ന്. താൻ സ്വയം കുറ്റപ്പെടുത്തി ചെറുതാവണ്ട. ഡോക്ടർ പറഞ്ഞതുപോലെ നീയോ നിന്റെ കുടുംബം മാത്രമല്ലല്ലോ നിന്റെ മോന്റെ അവസ്ഥയ്ക്ക് കാരണം. ജനിതകവും ജൈവപരവും സാമൂഹിക ഘടകങ്ങളൊക്കെ കാരണക്കാരാടോ. തനിക്കവന് ശരിയായ വഴി കാണിക്കാൻ പറ്റിയില്ല എന്നാണോ തന്റെ സങ്കടം? എങ്കിലൊട്ടും സങ്കടം വേണ്ട. സമയം ഇനിയും ഉണ്ട്, സ്വയം തിരുത്താനും അവനെ തിരുത്താനും.
തനിക്ക് എവിടെ പതറിപ്പോയെന്ന് ഞാൻ പറയാം. പിന്നെ ഞാൻ പറയുന്നത് ഉൾക്കൊള്ളുക, കൂടെ പ്രാവർത്തികമാക്കുക. പിന്നെ നമ്മുടെ കുട്ടികളോട് വളരെ പോസിറ്റീവായി പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നോക്ക്. പരസ്പര പൂരകമായ സംസാരമാണ് തനിക്കും മോന്റെ ഇടയിലെങ്കിൽ വളരെ നല്ലത്. എപ്പോഴെങ്കിലും അവനൊരു പാഠഭാഗമെങ്കിലും ഇയാളൊന്ന് വായിച്ചു കൊടുത്തിട്ടുണ്ടോ? അവന് പുതിയ പുതിയ അറിവുകൾ നേടാൻ താൻ സഹായിച്ചിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്ക്. എന്തിനേറെ ഈയിടെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയോ അവന് വേണ്ട രീതിയിലുള്ള കരുതൽ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് അവന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് അവനോട് പെരുമാറിയിട്ടുണ്ടോ? എന്തിനേതിനും കുറ്റപ്പെടുത്തിയാൽ ആ പിഞ്ചു മനസ്സ് ചഞ്ചലാവില്ലടോ. ഇനിയെങ്കിലും നല്ലൊരു പഠനാന്തരീക്ഷവും അതിലൂടെ അവന്റെ പുതിയ കഴിവുകൾ വികസിക്കാനും അവന്റെ കൊച്ചു സ്വപ്നങ്ങൾക്ക് നിറമേകാനും അതിന് ചിറകുകൾ നൽകാനും തനിക്കേ കഴിയൂ. നിനക്കത് സാധിക്കൂ. നല്ലൊരു ഭാര്യയാവാനും ഉത്തമ കുടുംബിനിയാവാനും നല്ലൊരു അമ്മയാവാനും അധ്യാപികയാവാനും എല്ലാ സ്ത്രീകൾക്കും സാധ്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. വീഴ്ചകളിൽ നിന്ന് പഠിക്കണം കോമൺ സെൻസുള്ള മനുഷ്യൻ. എന്താ മോളെ ഇങ്ങനെ? ഉണ്ണിമോനെ കുഴപ്പമൊന്നുമില്ല എന്നല്ലേ ഡോക്ടർമാർ പറഞ്ഞത്? പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത്? എന്താ നല്ല സന്തോഷത്തിലാണല്ലോ. നാളെ വീട്ടിൽ പോകുന്നതിൻ്റെയാണോ? ഇനി ഈ ഭാഗത്തേക്ക് വന്നു പോകരുത്. വന്നാൽ ശരിയാക്കി തരും പറഞ്ഞേക്കാം.